ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വീനെക്കാണ് ചെയ്യുന്നത്. വീനെക്കിൽ എങ്ങനെ പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു 3.25 ഇഞ്ച്. നെക്കിലെ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് നെക്കായാലും റൗണ്ടായാലും എല്ലാം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. വീനെക്കായതുകൊണ്ട് ഞാൻ മുകളിലത്തെ കോർണറിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് കറക്റ്റ് വി ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. പിന്നീട് ഒരു 1 ഇഞ്ച് വെളിയിലേക്ക് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുക ഈ രീതിയിൽ. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നടുക്ക് വരച്ചേക്കണ എന്താണെന്ന് വെച്ചാൽ അത് കഴുത്തങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി പോകാതെ ഇരിക്കാനായിട്ട് ആണ് നമ്മളത് വരച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സെയിം അളവിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അവിടെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് ഇട്ടേക്കുന്നത് നമ്മളത് ആ ക്യാൻവാസിലേക്ക് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ക്യാൻവാസിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനത് കമഴ്ത്തിയിട്ടേക്കുകയാണ്. നമ്മുടെ ആ ക്യാൻവാസ് ഒട്ടിച്ചേക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ എഡ്ജ്, ആ ഭാഗത്തോടെ ഞാനൊന്ന് പെൻസിലും കൊണ്ട് വരച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ വേണം പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാതെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് വെളിയിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഞാനൊരു 7 പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തെർമോക്കോൾ ബോൾസാണ്. അത് നമ്മൾ തുണിയിൽ പൊതിഞ്ഞെടുത്തേക്കണതാണ് കേട്ടോ. ഇതുപോലെ കിട്ടും. കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഉണ്ട പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ വെളിയിലേക്ക് വരണം. ഉള്ളിലേക്കല്ല വരേണ്ടത്, വെളിയിലേക്ക് വരിക. ഞാനിപ്പോൾ വെച്ചേക്കുന്ന രീതി കണ്ടോ, അങ്ങനെ വരണം. എന്നാലാണ് നമ്മളത് ചുരിദാറിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് ആ നെക്കിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റിൽ കൂടി വേണം നമുക്ക് കറക്റ്റായിട്ട് ആ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തടുത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലും കൂടുതൽ ബട്ടൺ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെളിയിലേക്ക് വരാൻ പാകത്തിന് വെക്കുക. അപ്പോൾ ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ് തയ്യൽ തുമ്പ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു പോയിൻ്റിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ആ പോട്ട്ലി ബട്ടൺ കെട്ടിയേക്കുന്ന ആ നൂലുണ്ടല്ലോ, ആ നൂല് കറക്റ്റ് ആ ഒരു നമ്മൾ ആ വരച്ചേക്കുന്ന ആ ലൈനിലേക്ക് വരണം. ഇപ്പം ഈ രീതിയിലിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണിയിലേക്ക് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ആദ്യം സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിന് നമ്മുടെ ഫൂട്ടൊന്ന് മാറ്റണം. നമ്മുടെ സാധാ ഉപയോഗിക്കുന്ന ഫൂട്ട് പോരാ, സിംഗിൾ ഫൂട്ടുണ്ടല്ലോ അത് വേണം. എങ്കിൽ മാത്രമേ ആ ബട്ടണിൽ കൂടെ കയറാതെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ സിംഗിളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊക്കി നോക്കിയിട്ട് വേണം അടിക്കാനായിട്ട്. കാരണം അതിൻ്റെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കിയേക്കണ എൻ്റെ ആ കുറച്ച് നീണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വെളിയിലേക്ക് വരുന്നുണ്ടോയെന്ന് നോക്കി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചും കൂടെ അടിക്കാം കേട്ടോ. ഞാനിവിടെ പതിച്ചൊന്നും അടിച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി, റെഡി ആയിക്കോളും. അപ്പോൾ ഇത് കുർത്തി, ഒറ്റ കളർ കുർത്തിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മുടെ പാൻറ്റിൻ്റെ കളറുള്ള പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.